നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. LDF ചൊവ്വാഴ്ച നടത്തിയ ജില്ലാ ഹർത്താലിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. നിക്ഷേപ സഹകരണ യജ്ഞത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ നിക്ഷേപ ക്യാമ്പയിൻ ആരംഭിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കുമളി 3-ാം മൈലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ലഭിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ സമ്മാനാർഹന് നൽകി. വാർത്തകൾ വിശദമായി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കി ജില്ലയിൽ എത്തിയതിൽ പ്രതിഷേധിച്ച് LDF ചൊവ്വാഴ്ച നടത്തിയ ജില്ലാ ഹർത്താലിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. LDF പ്രവർത്തകനായ ഉടുമ്പന്നൂർ തെങ്ങും തോട്ടത്തിൽ TH സാജിറിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഗവർണർ തൊടുപുഴയിലെത്തിയതിൽ പ്രതിഷേധിച്ച് LDF നടത്തിയ ജില്ലാ ഹർത്താലിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചതിനെ തുടർന്ന് സാജിർ ഉൾപ്പെടെ 9 സംഘം പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത് ആക്രമണത്തിലും ജീവനക്കാരെ മർദ്ദിക്കുന്നതിലും കലാശിച്ചു. ഓഫീസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അവശ്യ സർവീസാണെന്ന് പറഞ്ഞ് ജോലിക്കാർ ജോലി തുടർന്നു. ഉടനെ ഹർത്താൽ അനുകൂലികൾ കസേരയും ചെടിച്ചട്ടികളും തകർക്കുകയായിരുന്നു. പോസ്റ്റ് മാസ്റ്ററെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും വനിതാ ജീവനക്കാർക്കെതിരെ അസഭ്യ വർഷം നടത്തിയതായും പരാതിയുണ്ട്. സംഭവം നടന്ന ദിവസം രാത്രി തന്നെ പോലീസ് സാജറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. പോലീസ് അറിയിച്ചതനുസരിച്ച് ബുധനാഴ്ച ഉച്ചയോടെ തൊടുപുഴയിലെത്തിയപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പൊതുമുതൽ നശിപ്പിക്കൽ, ജീവനക്കാരെ കയ്യേറ്റം ചെയ്യൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. സാജിർ മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയതോടെയാണ് കേസെടുത്തത്. 1-ാം പ്രതി സാജിറിന് പുറമെ കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും SHO സുമേഷ് സുധാകരൻ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ സാജിറിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സ്നേഹാരാമം നിർമ്മിച്ച് വെള്ളിയാമറ്റം പഞ്ചായത്തിന് കൈമാറി. 2-ാം വാർഡിലെ ഇളന്തേശം അംഗൻവാടി പരിസരം മാലിന്യമുക്തമാക്കിയാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. മുറ്റം ടൈൽ പാകിയും മെറ്റൽ വിരിച്ചു ഭംഗിയാക്കിയതിനൊപ്പം പാഴ്വസ്തുക്കൾ കൊണ്ട് ഇരിപ്പിടം, കൗതുക വസ്തുക്കൾ എന്നിവയും പൂന്തോട്ടവും സ്നേഹാരാമത്തിന് ഭംഗിയേകുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സ്നേഹാരാമം നിർമ്മിച്ച് വെള്ളിയാമറ്റം പഞ്ചായത്തിന് കൈമാറി. 2-ാം വാർഡിലെ ഇളന്തേശം അങ്കണവാടി പരിസരം മാലിന്യമുക്തമാക്കിയാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. മുറ്റം ടൈൽവാകിയും മെറ്റൽ വിരിച്ചു ഭംഗിയാക്കുന്നതിനൊപ്പം പാഴ്വസ്തുക്കൾ കൊണ്ട് ഇരിപ്പിടം, കൗതുക വസ്തുക്കൾ എന്നിവയും പൂന്തോട്ടവും സ്നേഹാരാമത്തിന് ഭംഗിയേകുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ്, PTA പ്രസിഡന്റ് ജെയ്സൺ കുര്യാക്കോസ്, NSS പ്രോഗ്രാം ഓഫീസർ സിമിമോൾ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സലിത MG, അധ്യാപകരായ സീമ ജോസഫ്, റിന്നി വർഗീസ്, രഞ്ജിനി N അനിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. നിക്ഷേപ സഹകരണ യജ്ഞത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ നിക്ഷേപ ക്യാമ്പയിൻ ആരംഭിച്ചു. നിക്ഷേപ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇടുക്കി ADM ഷൈജു P ജേക്കബ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ആരംഭിക്കുന്ന നിക്ഷേപ സഹകരണ യജ്ഞത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ നിക്ഷേപ ക്യാമ്പയിൻ ആരംഭിച്ചു. നിക്ഷേപ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ADM ഷൈജു P ജേക്കബ് നിർവഹിച്ചു. 9% ഇൻട്രസ്റ്റ് എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്കീമാണ്. സർക്കാരിന്റെ പദ്ധതിക്ക് വളരെ സന്തോഷത്തോടെ ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാഗമാക്കാവുന്നു. അതുകൂടാതെ തന്നെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ കോർപ്പറേറ്റീവ് സെക്ടർ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണക്കാരൻ്റെ എളുപ്പത്തിൽ അവൻ്റെ അത്യാവശ്യം നിർവഹിക്കത്തക്ക രീതിയിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സഹകരണ മേഖലയുടെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ
അത് വളരെ വിപുലപ്പെടുത്തുന്നതിനും ഈ ബാങ്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് വളരെയധികം പുരോഗതി ഈ തൊടുപുഴ താലൂക്കിന്റെ വിശ്വസിച്ചിലും അതിലുപരിയായി മൊത്തത്തിലും കോട്ടയം ജില്ല, ഇടുക്കി ജില്ലയിലൊക്കെ വളരെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് അറിയുന്നു. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം സന്തോഷവും ഇടുക്കി ജില്ല അഡീഷണൽ ഡിവിഷൻ മജിസ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന്റെ കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് മേൽക്കുമേൽ ഉന്നതി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമിത പ്രജിത് ജോൺ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന് ഈ ബാങ്കിന്റെ പ്രസിഡന്റായ അദ്ദേഹത്തിന് കൈമാറി കാണാൻ ബാങ്ക് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. സഹകരണ ഡിപ്പാർട്ട്മെന്റ് സഹകരണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പുതിയ നിക്ഷേപ സമാഹരണ പദ്ധതിയുമായി ഇന്നു മുതൽ കേരളത്തിലെമ്പാടും സഹകരണ മേഖലയിൽ നിക്ഷേപ സമാഹരണം മാസമായി നടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മുടെ ബാങ്കിന്റെ ആദ്യത്തെ നിക്ഷേപം ഇന്ന് സ്വീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ADM അത് നിർവഹിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ താലൂക്കിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന്റെ വിശ്വാസ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക നമുക്കറിയാം, ഈ പ്രത്യേക കാലാവസ്ഥയിലും പ്രത്യേക സാഹചര്യത്തിൽ പോലും അതിൻ്റെതായ വളർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജഗദീശന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കൂട്ടായ പ്രവർത്തനം ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് പുരോഗതിയുടെ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, ഡയറക്ടർ റൂബി സിറിയക്, സെക്രട്ടറി ബൈജു VT, ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിക്ഷേപങ്ങൾക്ക് 9% വരെ പലിശ നൽകുന്നു. ബാങ്കിൽ ATM, CDM, മൊബൈൽ ബാങ്കിംഗ്, RTGS, NEFT, ഡെയിലി കളക്ഷൻ ഡെപ്പോസിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ്. 99 മാസം കൊണ്ട് ഇരട്ടിയാകുന്ന നിക്ഷേപ പദ്ധതി ആരംഭിക്കുവാനും തീരുമാനിച്ചതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. GST പ്രാക്ടീഷണർമാരുടെ കുറവ് നികത്താൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ അവരെ പ്രാപ്തമാക്കേണ്ടിയിരിക്കുന്നു. ആ ദൗത്യമാണ് നാഷണൽ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഡയറക്ടർ സയ്യിദ് മുഹമ്മദ്. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ GST സെമിനാറിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പുതിയ നികുതി ഘടന ഏകീകൃത സ്വഭാവം കൈവരിച്ചതെന്ന് എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ഡയറക്ടർ സയ്യിദ് മുഹമ്മദ്. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ GST സെമിനാറിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പുതിയ നികുതി ഘടന ഏകീകൃത സ്വഭാവം കൈവരിച്ചു. GST എന്ന ആ ഘടനയിൽ പരിശീലനം ലഭിച്ചവരുടെ കുറവ് രാജ്യത്ത് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. GST പ്രാക്ടീഷണർമാരുടെ കുറവ് നികത്താൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ അവരെ പ്രാപ്തമാക്കേണ്ടിയിരിക്കുന്നു. ആ ദൗത്യമാണ് നാഷണൽ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അതിൻ്റെ ഡയറക്ടർ സയ്യിദ് മുഹമ്മദ് തൊടുപുഴയിൽ പറഞ്ഞു. യോഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജോയ്സ് ജോളി സ്വാഗതം പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് കൗൺസിലറും റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ ഷാജഹാൻ അഹമ്മദ് ഹുസൈൻ വിഷയാവതരണം നടത്തി. സ്പോർട്ടിംഗ് ഫാക്കൽറ്റി പ്രൊഫസർ ലിജോ ജോർജ്, അക്കാദമി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ധന്യാമോൾ സജി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. നാം അടിസ്ഥാനമിടുന്ന ഈ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഇനി മുന്നോട്ട് നമ്മുടെ ജീവിതത്തിന്റെ നാഴികക്കല്ലുകളാകുക. ശ്രേമേഴ്സിന്റെ വാക്കുകളിൽ പഠിച്ചതൊക്കെ മറക്കുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസമെങ്കിൽ നാം ആർജിച്ചെടുക്കുന്ന സംസ്കാരമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. മൂല്യങ്ങളുള്ള വിദ്യാഭ്യാസം. പഠിച്ച് ഒരു A++ നേടി കയ്യിലൊരു വലിയ ഡിഗ്രി നേടിയെടുത്തു എന്നുകൊണ്ട് മാത്രം ഒരാൾ വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ മികവുകളുടെ പട്ടികയിൽ ആ വ്യക്തിയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരു സ്കൂളിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കുമ്പോൾ ഇത്രമാത്രം വിജയികളുണ്ട് എന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പെരുമാറ്റത്തിൽ നാം നേടിയെടുത്തിട്ടുള്ള വ്യത്യാസങ്ങൾ സമൂഹത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത്
അധ്യാപകരുടെ അടുത്ത്, തൊഴിലിടങ്ങളിലൊക്കെ നാം പെരുമാറുന്ന രീതിയൊക്കെ നമ്മുടെ കലാലയത്തിൽ നിന്ന് നാം ആർജിച്ചെടുക്കുന്നതാണ്. അധ്യാപന രംഗത്ത് നിന്ന് വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, അധ്യാപകരായ മിനി ജെയിംസ്, ആഗ്നസ് ജെയിംസ്, ഡാലി കെ സക്കറിയാസ്, ഷൈനി ജോസഫ് എന്നിവർക്ക് യാത്രയപ്പ് ആശംസകൾ നേർന്നുകൊണ്ട് കോതമംഗലം രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ മൊമന്റോകൾ കൈമാറി. ഇതോടൊപ്പം പ്രതിഭകളെ ആദരിക്കലും എൻഡോമെന്റ് വിതരണവും പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ബോണി ജോർജ് നിർവഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൗൺസിലർ സനു കൃഷ്ണൻ, PTA പ്രസിഡന്റ് ഫിൽസ് മാത്യു, മുൻ പ്രിൻസിപ്പൽ ജോർജ് കേളകം, ജെസി ജോണി, MBTA പ്രസിഡന്റ് ശ്രീജ റോളി, HSS സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് ആന്റണി, HS സ്റ്റാഫ് സെക്രട്ടറി ജോമോൻ ജോർജ്, സ്കൂൾ ജനറൽ സെക്രട്ടറി ആൽബിൻ സച്ചിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ പോൾസ് മാത്യൂസ് സ്വാഗതവും ചെയർപേഴ്സൺ ആര്യ നന്ദ സജീബ് നന്ദി പ്രകാശനവും നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഭൂമിയിൽ, എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുവാൻ അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളെ, ചൂതുകളിൽ നഷ്ടമായ പാണ്ഡവകുല ജാതനായ യുധിഷ്ഠിര, നിനക്കിവരെ വീണ്ടെടുക്കണ്ടേ? പണയം വെക്കാൻ ഇനിയുമുണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപദ്ധതി. ദ്രൗപദി, ഈ ശബരി ഒരിക്കൽ കൂടി ചൂതുകളുടെ മാതൃക വിദ്യ നിങ്ങൾക്ക് കാട്ടിത്തരാൻ തോന്നുന്നു. പകിട 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 12. നടക്ക് നടക്കാൻ കൃഷ്ണ ഭഗവാനെ, കമലവരാജധാനിയിലെ കണ്ണുപൊടി കെട്ടിയ സദാചാര ബോധത്തിന് മുൻപിൽ നിരാലംബയായ സ്ത്രീ അപ്പാരതിയാകുന്നത് അങ്ങ് കാണുന്നില്ലേ? ന്യൂസ് ബ്യൂറോ, മുതലക്കുടം. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരം. 40 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത്. പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ 10 മെഗാവാട്ട് ജനറേറ്ററിന്റെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി നിർവഹിച്ചു. 40 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത്. പെൻസ്റ്റോക്കിൽ വെള്ളം നിറച്ച ശേഷം ജനറേറ്ററിന്റെ ടർബനിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് പരീക്ഷണാർത്ഥം തിരിക്കുകയാണ് മെക്കാനിക്കൽ സ്പിന്നിംഗിൽ ചെയ്യുന്നത്. സ്പിന്നിംഗിൽ എന്തെങ്കിലും പിഴവുകൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കും. ഇത് പൂർത്തിയാക്കിയ ശേഷമാണ് വൈദ്യുതോൽപാദനം നടത്തുന്നത്. വൈദ്യുതോൽപാദനത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 10 മെഗാവാട്ട് പദ്ധതിയിൽ ഉൽപാദനം പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം 2,40,000 യൂണിറ്റ് വൈദ്യുതി സംസ്ഥാനത്തിന് ലഭിക്കും. 10 മെഗാവാട്ട് പദ്ധതിയിൽ ഉൽപാദനം പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം 2,40,000 യൂണിറ്റ് വൈദ്യുതി സംസ്ഥാനത്തിന് ലഭിക്കും. പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. കുമളി 3-ാം മൈലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമളി 3-ാം മൈൽ സ്വദേശി ജോബിൻ ചാക്കോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബുധനാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന തന്നെ ജീപ്പിലെത്തിയ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജോബിൻ പറയുന്നു. കുമളി 3-ാം മൈലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമളി 3-ാം മൈൽ സ്വദേശി ജോബിൻ ചാക്കോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബുധനാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന തന്നെ ജീപ്പിലെത്തിയ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജോബിൻ പറയുന്നു. പിന്നിൽ CPIM പ്രവർത്തകരാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ആരോപിച്ചു. കുമളിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകനായ ഈ ജോബിൻ ചാക്കോയെ 10ഓളം വരുന്ന CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെട്ടി വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരിക്കുകയാണ്. ജോബിൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് ഈ ആക്രമണം ഉണ്ടായത്. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് CPM പ്രവർത്തകർ പോലീസിൻ്റെ ഒത്താശയോടുകൂടി അഴിഞ്ഞാടുകയാണ്. ജില്ലയിൽ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് പറയാനാണ്. അന്തരിച്ച CPM നേതാവിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നാണ് നിഗമനം. ഇന്നലെ കുമളി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജോബിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ലഭിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ സമ്മാനാർഹന് നൽകി. തൊടുപുഴ യൂണിറ്റ് അംഗം മാതാ ബോഡി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന MG അജികുമാറിന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കൈമാറി. ഇതോടൊപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട VS മീരാണന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ലഭിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ സമ്മാനാർഹന് നൽകി. തൊടുപുഴ യൂണിറ്റ് അംഗം മാതാ ബോഡി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന MG അജികുമാറിന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കൈമാറി. ഇതോടൊപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റിനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട VS മീരാണ്ണന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. സംഘടനയുടെ പ്രവർത്തനം ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നു എന്നുള്ളത് ഇത് പരിശോധിക്കേണ്ട വിഷയം. ആ രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വെറുമൊരു പ്രവർത്തനം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളെയും വർക്ക്ഷോപ്പ് ഉടമകൾക്ക് അതറിയാം, നമ്മളെല്ലാം ചെയ്യുന്ന തൊഴിലിന് ഒരു തൻ്റെ ജീവിതത്തിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലഘട്ടമാണ്. തൊഴിലിടങ്ങളിൽ, തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ കിടന്നുറങ്ങുമ്പോഴല്ല നിശ്ചലമായ രീതിയിൽ മരണം കവർന്നെടുക്കുന്ന ഒരു കാഴ്ചകളിൽ നടക്കുന്നത്. ഈ മേഖലയിൽ തൊഴിലെടുത്ത് സ്വന്തം കരപിടിച്ച ആളുകൾ, സ്വന്തമായി ചെറിയ ചെറിയ ഷോപ്പ് തുടങ്ങിയ ആളുകളൊന്നും നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്നല്ല, പൊതുസമൂഹത്തിൽ ഒരു ധനികന്മാരാണ് അല്ലെങ്കിൽ പണം സമ്പാദിച്ചവരുടെ ജീവിതം സേഫാണെന്ന് പറയാൻ സാധിക്കും. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ്ണൻ, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം, ജില്ലാ വൈസ് പ്രസിഡന്റ് AJ ജോസ്, തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് KA നിസാർ, സെക്രട്ടറി KG ബിനീഷ്, ട്രഷറർ ശശിധരൻ നായർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ സംഘടന 38 വർഷം മുന്നേ സംഘടന രൂപം കൊടുക്കുകയും നമ്മുടെ മെമ്പർമാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് സംഘടന രൂപം കൊടുത്തതെങ്കിലും അതെല്ലാം തന്നെ ഈ 38 വർഷം കൊണ്ട് സ്വന്തമായിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇന്ന് ഒരുപാട് നമ്മൾ ഒരാളുടെ കൈയൊടിഞ്ഞാൽ, കാലൊടിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങളൊക്കെ പഴയ കാലത്ത് വെങ്ങല്ലൂർ റോഡാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. ഇവിടെ മൂവാറ്റുപുഴ മടക്കത്താനം ചെല്ലുമ്പോൾ ഒരു കൈയൊടിച്ച കേസാണെങ്കിൽ, കാലൊടിഞ്ഞാണെങ്കിലും അത് കൊടുക്കാനുള്ള ഫണ്ട് കൊണ്ടേ കൊടുത്ത് പിറ്റേ ദിവസം കിഴക്കേറ്റവും ഒളവട്ട റോഡ് പെൻഡിങ് വെച്ചിരിക്കുക. എന്താ ഇത് കൊടുത്തു കഴിയുമ്പോൾ പിറ്റേ ദിവസം വേറെ ആളുടെ കാല് ജാക്കിയാടി ചിലപ്പോൾ അതിനോട് വരും, അതിന് വരുമായിരുന്നു. ഏതെല്ലാം തന്നെയും ഈ സംഘടന കൊണ്ട് നമുക്ക് ഒരുപാട് പാവപ്പെട്ട നമ്മുടെ മെമ്പർമാരെ സഹായിക്കുവാൻ സാധിച്ചു. അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മാരുതി ബൊലോന കാറും 14 ജില്ലയ്ക്ക് 14 ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുകളും സമ്മാനമായി നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബൈസൺ വാലി പഞ്ചായത്ത് തല വയോജന സംഗമം പൊട്ടൻകാട്ടിൽ നടന്നു. വയോജനങ്ങളെ ആദരിക്കലും വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചുറാണി ഷാജി ഉദ്ഘാടനം ചെയ്തു. ബൈസൺവാലി പഞ്ചായത്ത് തല വയോജന സംഗമം സംഘടിപ്പിച്ചു. പൊട്ടൻകാട്ടിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. വയോജനങ്ങളെ ആദരിക്കലും വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചുറാണി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിന്റെ പരിസമാപ്തി എന്നാണ് വാർദ്ധക്യത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്. പുഷ്പങ്ങളാകുന്ന ആരാമത്തിൽ നാം എത്ര കാലം നിലനിൽക്കുന്നുവോ അവിടെ പരിഹസിക്കുകയും അവിടെ പരിമളം പകർത്തുകയും ചെയ്യുന്നതാകുന്നതാണ് നമ്മുടെ ജീവിതമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. സ്നേഹമുള്ള ഈ വയോജന സംഗമ വേദിയിൽ നിങ്ങളുടെ എത്രയും തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ എത്രയും കാര്യക്ഷമമായ ഈ കൂടിച്ചേരലിനെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രീതി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ശൈലജ VK, ബിന്ദു മനോഹരൻ, സന്തോഷ് ഭാസ്കരൻ, സിജു ജേക്കബ്, രതീഷ് TM, ആതിര ഗിരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബൈസൺവാലി. വിദ്യാർത്ഥികൾ അറിവിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. മനുഷ്യ സ്നേഹത്തിന്റെ മന്ത്രം ഉയർത്തിപ്പിടിച്ച് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചിക്കാഗോ പ്രസംഗം താൻ ഉൾപ്പെട്ട ഭാരതീയരെ അടിമത്തത്തിൽ നിർത്തിയവരെ പോലും ഉൾക്കൊണ്ടിരുന്നു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങിൽ ഭാരതീയ യുവത്വവും വിവേകാനന്ദ സദർശനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥികൾ അറിവിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മനുഷ്യസ്നേഹത്തിന്റെ മന്ത്രം ഉയർത്തിപ്പിടിച്ച് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചിക്കാഗോ പ്രസംഗം താൻ ഉൾപ്പെട്ട ഭാരതീയരെ അടിമത്വത്തിൽ നിർത്തിയവരെ പോലും ഉൾക്കൊണ്ടായിരുന്നു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങിൽ ഭാരതീയ യുവത്വവും വിവേകാനന്ദ ദർശനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ, അദ്ദേഹം ജനിച്ചതിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ, സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്ത് പറഞ്ഞത് ഷിക്കാഗോയിലെ പ്രസംഗത്തെക്കുറിച്ചാണ്. ഷിക്കാഗോയിലെ പ്രസംഗത്തിൽ ഒരു വരി പോലും ആർക്കുമെതിരായി പറയാതെ, അടിമത്തമുള്ള രാജ്യത്ത് നിന്നാണ് വരുന്നതെങ്കിലും ആ അടിമത്തം അടിച്ചേൽപ്പിച്ചവരെ പോലും അവർക്ക് സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹത്തിൻ്റെ മന്ത്രമാണ് അദ്ദേഹം അവിടെ ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹം അതുകൊണ്ടാണ് അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ആർക്കും എതിരായി നിൽക്കാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായി അദ്ദേഹം നമ്മുടെ ഭാരതത്തെ ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വിശ്വമാനവികതയാണ് അടിസ്ഥാനം. ജാതിയല്ല, മതമല്ല, ഭാഷയല്ല, പ്രദേശമല്ല, രാജ്യമല്ല, വിശ്വമാനവികതയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം എന്ന് ലോകത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച ഒരാളായിട്ടാണ് ആ ലോകമത സമ്മേളനം സ്വാമി വിവേകാനന്ദനെ കണ്ടത്. വിശ്വമാനവികതയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന സന്ദേശമാണ് സ്വാമി വിവേകാനന്ദൻ പകർന്നു നൽകിയത്. ഈ ചിന്തയും പരസ്പര സ്നേഹവുമാണ് പുതുതലമുറ ഉൾക്കൊള്ളേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. രാജ്യത്തിൻ്റെ അടിസ്ഥാനം യുവാക്കളിലാണെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യ പോലെ ഇത്രയേറെ യുവാക്കളുള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല. വിവേകാനന്ദ ദർശനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി ഏറെയാണ്. വിവേകാനന്ദനെ പോലുള്ളവർ ഹ്രസ്വജീവിതത്തിൽ പകർന്നു തന്ന മാർഗദർശനങ്ങളാണ് ഇന്നും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ഇപ്പോഴും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതെന്നും അവരിൽ ഒരാളാകാൻ നിങ്ങളിൽ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും PS ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങിൽ ഭാരതീയ യുവത്വവും വിവേകാനന്ദ ദർശനങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ചടങ്ങിലെത്തിയ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. കോളേജിൽ സ്ഥാപിച്ച വിവേകാനന്ദ ചെയർ, യോഗ സെന്റർ, ബാസ്കറ്റ്ബോൾ കോർട്ട്, ഇൻഡോർ സ്റ്റേഡിയം, ഇന്നൊവേഷൻ സെന്റർ എന്നിവയുടെ സമർപ്പണവും ഗവർണർ നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ എബ്രഹാം വെട്ടിയാങ്കൽ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് ജോർജ്, വർസാർ ഫാദർ ടിസൺ കോച്ചേരിയിൽ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ MG സാബുക്കുട്ടി, IQAC കോർഡിനേറ്റർ റൂബി മാത്യു, NAC കോർഡിനേറ്റർ ഡോക്ടർ ജോസ് ജെയിംസ്, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി പ്രിൻസ് J മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബാലചന്ദ്രൻ പൂവത്തിങ്കലിന്റെ അനുസ്മരണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് ശശിധരൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജന്മഭൂമി മുൻ പത്രാധിപർ P നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇടുക്കി പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറിയും ജന്മഭൂമി ഇടുക്കി ജില്ലാ മുൻ ബ്യൂറോ ചീഫുമായിരുന്ന ബാലചന്ദ്രൻ പൂവത്തിങ്കൽ ലളിതമായ ജീവിതശൈലി കൊണ്ടും സരസമായ സംഭാഷണങ്ങളിലൂടെയും എല്ലാവരുടെയും മനസ്സിൽ ഇടം കണ്ടെത്തിയ വ്യക്തിത്വമാണെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. എല്ലാ അധികം അംഗങ്ങളില്ല ഇടുക്കിയിൽ, അന്ന് കുറച്ച് പേരേ ഉള്ളൂ. അവരെല്ലാം ഒരു കുടുംബം പോലെ ബാലൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, ബാലനെ ഭാഗവും ഇങ്ങോട്ട് വരിക. അങ്ങ് അരുണും അനീഷുമൊക്കെ കുട്ടികളാണ്, ഇവരെയൊക്കെ എടുത്ത് വളർത്തിയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബന്ധം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ബാലൻ. അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി പ്രസ് ക്ലബ്ബുകളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം ആരംഭിച്ച അന്ന് മുതൽ സംസ്ഥാന കമ്മിറ്റിയിലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിനോടുള്ള ആ ഓർമ്മയാണ്, ആ ഓർമ്മയിലെ ഒരു സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധമാണ് നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് വരുത്തിയത്. യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ജന്മഭൂമിയിൽ ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് സമയത്ത് തന്നെ
ബാലചന്ദ്രൻ തൊടുപുഴയിൽ NDPയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിലാണ് വർക്ക് ചെയ്തിരുന്നത്. ജന്മഭൂമി തുടങ്ങി എന്ന് പറഞ്ഞ സമയത്ത് ബാലചന്ദ്രന് ജന്മഭൂമിയിൽ വന്നാൽ കൊള്ളാം എന്ന താല്പര്യമുണ്ടായി. അതെന്നോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ജന്മഭൂമിയിലെ തൊടുപുഴ ലേഖകനായിട്ട് വന്നത്. തൊടുപുഴ ലേഖകനായിട്ട് വന്ന സമയത്ത് തന്നെ അന്ന് തൊടുപുഴ ഇടുക്കി ജില്ല രൂപീകരിക്കപ്പെട്ടുവെങ്കിലും അത് ഒരു പ്രത്യേക ജില്ല എന്നുള്ളൊരു മനോഭാവം ആർക്കും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എറണാകുളമായിട്ട് ഇത്ര അടുത്ത് കിടക്കുന്നു. എറണാകുളം ജില്ലയും തൊടുപുഴയും തമ്മിൽ 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. 1 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. തൊടുപുഴ അവസാനിക്കുന്നിടത്ത് തന്നെ എറണാകുളം ജില്ല തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ തൊടുപുഴ വേറെ ഒരു സ്ഥലമാണെന്ന് എറണാകുളക്കാർക്കും തോന്നിയിട്ടുണ്ടാവില്ല, തൊടുപുഴക്കാർക്ക് അത് വേറെ സ്ഥലമാണെന്ന് തോന്നിയിട്ടില്ല. മടക്കത്താനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാപ്പ്, മടക്കത്താനം മുതലായിട്ടുള്ള സ്ഥലങ്ങൾ തൊടുപുഴ അല്ലാതെ ആരെങ്കിലും പറയുമോ? അങ്ങനെയുള്ള ഒരവസരത്തിലായിരുന്നു അത്. ബാലചന്ദ്രൻ എൻ്റെ അനുജൻ്റെ സഹപാഠിയാണ്. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന അനുസ്മരണത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് ശശിധരൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജന്മഭൂമി മുൻ പത്രാധിപർ P. നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദീപിക മുൻ അസോസിയേറ്റ് എഡിറ്റർ TC മാത്യു, മുതിർന്ന മാധ്യമപ്രവർത്തകനും LDF ജില്ലാ കൺവീനറുമായ KK ശിവരാമൻ, പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് MN സുരേഷ് തുടങ്ങിയവർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. തൊടുപുഴയിൽ വെച്ചിരിക്കും കുറച്ചൊക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിലും കാര്യമായ പരിചയം ഞങ്ങൾക്ക് ഉണ്ടായത് എറണാകുളത്തേക്ക് വരികയാണ്. ഞാനും അദ്ദേഹവും എറണാകുളത്ത് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള യാത്രകളിലും അവിടെയുള്ള സംസർഗങ്ങളിലുമൊക്കെ ഒരു നല്ല സുഹൃത്തായിട്ട്, നല്ല നാട്ടുകാരനായിട്ട് എനിക്ക് അനുഭവപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ അടുത്തടുത്ത നാട്ടുകാരാണെങ്കിലും ഈ തൊഴിൽ രംഗത്ത് വന്നതിന് ശേഷമാണ് വ്യക്തിപരമായിട്ട് പരിചയമുണ്ടായി. ആ പരിചയം ഏതാണ്ട് അടുത്ത കാലം വരെ വളരെ നല്ല തോതിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു. ശ്രദ്ധേയമായ ഒരു കാര്യം ബാലചന്ദ്രൻ്റെ സൗഹൃദത്തിലുണ്ടായിരുന്നത്, അദ്ദേഹം അടുപ്പക്കാരനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പരിചിതനോ ഔപചാരിക സുഹൃത്തോ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു അടുപ്പക്കാരനാണ്. അപ്പോൾ എന്നോട് സൗഹൃദമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം എൻ്റെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങൾ എന്നോട് പറയുന്നു. അതുപോലെ പരസ്പരം താല്പര്യം ഉണ്ടാകാവുന്ന വിഷയങ്ങൾ പലതും സംസാരിക്കുന്നു. തർക്കങ്ങളോ വിതർക്കങ്ങളോ ഒന്നുമല്ല. അത് ഒരു നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പെരുമാറിയിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം. മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം അവരോട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഒന്നുകിൽ അവരുടെ വീരവാദങ്ങൾ നമ്മുടെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുക, അതല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുക. ഇതങ്ങനെയുള്ള യാതൊരു പ്രത്യേക പരിഗണനകളൊന്നുമില്ല. അദ്ദേഹം എന്നോടൊപ്പമുള്ള ഒരാളാണ് എന്ന ധാരണയിൽ, അല്ലെങ്കിൽ ആ ഒരു ധാരണ എന്നിൽ ജനിപ്പിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു അകൽച്ചയില്ല. വളരെ അടുത്ത നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു സ്വഭാവവിശേഷതയുണ്ട്. ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് പത്രത്തിൻ്റെ ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അത് സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്താണ് പത്രപ്രവർത്തകർ തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. ആ ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരു നല്ല സുഹൃത്തായിരുന്നു, നല്ല പ്രവർത്തകനായിരുന്നു ശ്രീ ബാലചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് നിങ്ങളെപ്പോലെ തന്നെ എന്നെയും പ്രേരിപ്പിക്കുന്നതാണ്. ആ വേർപാടിന് മുമ്പിൽ ശിരസ് കുറിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി MJ ബാബു, ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തീകരിച്ച 2021, 2023, 2022, 2024 ബാച്ചുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സല്യൂട്ട് സ്വീകരിച്ചു.
വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തീകരിച്ച 2021-23, 2022-24 ബാച്ചുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സല്യൂട്ട് സ്വീകരിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, SPC പരിശീലകർ, വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ചൊവ്വാഴ്ച നടത്തിയ ജില്ലാ ഹർത്താലിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. നിക്ഷേപ സഹകരണ യജ്ഞത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ നിക്ഷേപ ക്യാമ്പയിൻ ആരംഭിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കുമളി 3-ാം മൈലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ലഭിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ സമ്മാനാർഹന് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.